ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ അമേരിക്ക ബന്ധം. പ്രതികാര ചുങ്കത്തിൽ തുടങ്ങിയ തർക്കം നയതന്ത്ര തലത്തിലേക്ക് മാറിയിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്ക രംഗത്തെത്തി. നരേന്ദ്രമോദിയുടെ യുദ്ധമാണ് നടക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ കുറ്റപ്പെടുത്തി. പ്രതികാര ചുങ്കം പ്രാബല്യത്തിൽ വരുത്തി മണിക്കൂറുകൾക്കകമാണ് പുതിയ പോർമുഖം തുറന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയം നീതീകരിക്കാനാകില്ലെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർമാർ തുറന്നടിച്ചു. നയതന്ത്ര മേഖലയിലെ കനത്ത തിരിച്ചടികൾ നരേന്ദ്രമോദി സർക്കാരിന് അഗ്നിപരീക്ഷയാകും. ആദ്യം RDX റാപ്പിലേക്ക്. വ്യാപാര ബന്ധത്തിൽ തുടങ്ങിയ തർക്കം നയതന്ത്ര മേഖലയിലേക്കും കടക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് വൈറ്റ് ഹൌസ് വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോയുടെ പ്രസ്താവന. റഷ്യ യുക്രൈൻ സംഘർഷം മോദിയുടെ യുദ്ധം കൂടിയാണെന്നുള്ള പരാമർശത്തോടെ ഇന്ത്യയെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യയെ നികുതി രാജാവെന്ന് ആഴ്ചകൾക്ക് മുൻപ് പരിഹസിച്ച ട്രംപ് പ്രതികാര ചുങ്കം പ്രാബല്യത്തിൽ വരുത്തി മണിക്കൂറുകൾക്കകമാണ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ചുമത്തിയതിൽ അമേരിക്കയിലും കടുത്ത വിമർശനമുയരുകയാണ്. ഡെമോക്രാറ്റിക് സെനറ്റർമാരാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താതെ ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തുന്നത് നീതീകരിക്കാനാകില്ല. ഈ നീക്കം ഇന്ത്യ അമേരിക്ക ബന്ധം തകരാൻ ഇടയാക്കുമെന്നും ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാട്ടി. US പ്രതികാര തീരുവയെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ബദൽ നീക്കങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലായി 40 വസ്ത്ര വിപണികൾ തുറക്കും. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഗ്നിപരീക്ഷയാകും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടപെട്ടെന്ന് ആവർത്തിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മോദി ഇനിയും മറുപടി പറയേണ്ടി വരും. RDX റാംപ് ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. ഇന്ത്യ US ബന്ധം മോശം അവസ്ഥയിലേക്ക് പ്രകോപിപ്പിച്ച് വൈറ്റ് ഹൗസ് വാണിജ്യ ഉപദേഷ്ടാവ് യുക്രൈനിൽ നടക്കുന്നത് നരേന്ദ്രമോദിയുടെ യുദ്ധമാണ് എന്നാണ് പീറ്റർ നവാറോ പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞുപോയി. നരേന്ദ്രമോദി യുദ്ധത്തെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ. റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യ US-നെ ദ്രോഹിക്കുന്നുവെന്നാണ് പീറ്റർ നവാറോ പറയുന്നത്. കടുപ്പിച്ചു വാൻസ് ഇന്ത്യയോടുള്ള നിലപാടിൽ മാറ്റമില്ല എന്നാണ് സൂചന നൽകിയത് US വൈസ് പ്രസിഡന്റ് വാൻസ്. ഇന്ത്യക്കെതിരെ അധിക തീരുവ പ്രഖ്യാപിച്ചത് റഷ്യയെ ഉദ്ദേശിച്ചാണ് എന്നാണ് JD വാൻസ് പറയുന്നത്. നടപടി എണ്ണ സമ്പദ് വ്യവസ്ഥയിലൂടെ റഷ്യ സമ്പന്നരാകുന്നത് തടയാനാണ് എന്നാണ് JD വാൻസ് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന് ആവർത്തിച്ച് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ബഡായികൾ ഈ സമയത്ത് നമ്മൾ പലതും കണ്ടു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. നേരത്തെ വെടിനിർത്തലിന് സമ്മതിച്ചത് ഭീഷണിപ്പെടുത്തി എന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. അധിക തീരുവ ചുമത്തുമെന്നും വ്യാപാരം നിർത്തുമെന്നും മോദിയെ താക്കീത് ചെയ്തുവെന്നും പറഞ്ഞു. നരേന്ദ്രമോദിയെ വിളിച്ച് 5 മണിക്കൂറിനകം സംഘർഷം അവസാനിച്ചു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ഘട്ടത്തിലെല്ലാം പാകിസ്ഥാനോടുള്ള മമത അമേരിക്ക തുടർച്ചയായി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം തകർന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാനോട് അമേരിക്ക കൂടുതൽ അടുത്തത്. 2 മാസത്തിനിടെ 2 തവണ US സന്ദർശിച്ച് പാക് സൈനിക മേധാവി അസീം മുനീർ. US-മായി അടുത്ത ശേഷം ഇന്ത്യക്കെതിരെ പ്രകോപന പരാമർശം തുടരുകയായിരുന്നു അസീം മുനീർ. പ്രകോപനം US-മായി പാകിസ്ഥാൻ പുതിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ US-നെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. US-ലെ ജനറൽ ഇലക്ട്രിക്കിൽ നിന്ന് ജെറ്റ് എഞ്ചിൻ വാങ്ങാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കരാർ അടുത്ത മാസം ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രതിരോധ സഹകരണമാണ് ലക്ഷ്യമിടുന്നത്. ചർച്ച നടത്തിയത് ഇരട്ടി തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അതേസമയം ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലൊരു അഗ്നിപരീക്ഷയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായതിൽ നരേന്ദ്രമോദി സർക്കാരിന് വിമർശനം ഉയരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ അതിരറ്റ് പിന്തുണച്ചിട്ടും പ്രതികാര ചുങ്കത്തിൽ ഇളവുണ്ടായില്ല എന്ന യാഥാർത്ഥ്യം ആവർത്തിച്ച് എല്ലാവരും ഉന്നയിക്കുന്നു. നിലവിലെ പ്രതിസന്ധി രാഷ്ട്രീയമായി നേരിടുക കേന്ദ്ര സർക്കാരിന് എളുപ്പമാകില്ല. വിദേശ നയത്തിലെ പാളിച്ച രാജ്യത്ത് തൊഴിൽ നഷ്ടമുണ്ടാക്കിയെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. ആഭ്യന്തര ആവശ്യം നിറവേറ്റാൻ വേണ്ടത് പ്രതിദിനം 5 ദശലക്ഷം ബാരൽ എണ്ണയാണ്. ഇന്ത്യയിൽ 85% എണ്ണയും ഇറക്കുമതി ചെയ്യുന്നതാണ്. 2019-20 സാമ്പത്തിക വർഷം ഇറക്കുമതി ചെയ്ത റഷ്യൻ എണ്ണ വിഹിതം 1.7%. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ വിഹിതം 35%. കഴിഞ്ഞ സാമ്പത്തിക വർഷം 8.8 കോടി ടൺ ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റഷ്യൻ എണ്ണയുടെ വരവ് സഹായിച്ചു എന്ന് സാമ്പത്തിക വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. ഈ റഷ്യയെ ഒഴിവാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി ചെലവിൽ 78,000 കോടിയുടെ അധിക ബാധ്യതയുണ്ടാവും. 26-27 സാമ്പത്തിക വർഷത്തിൽ ഇത് 1 ലക്ഷം കോടിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഗൾഫ് മേഖലയിൽ നിന്നടക്കം 40ഓളം രാജ്യങ്ങളിൽ നിന്നാണ്. സൗദി, ഇറാഖ്, ആഫ്രിക്ക
ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് അധികമായി വാങ്ങേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ട്രംപിന്റെ ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കണമല്ലോ. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം മാറ്റമില്ലാതെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് ഓർക്കണം. ഈ വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ യുറേനിയൻ, പല്ലേഡിയം, വളങ്ങൾ എന്നിവ അമേരിക്ക റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നതും ഓർക്കണം. അപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ കാര്യത്തിൽ. ഇതിപ്പോൾ ഇതൊരു ശരിയായ ഇരട്ടത്താപ്പ് എന്ന് തന്നെ വേണം ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ, അല്ലേ? തീർച്ചയായും എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത് കൊതിക്കറവ് എന്നുള്ളതാണ്. അതായത് അമേരിക്കയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇന്ത്യ വാങ്ങണം, അല്ല എല്ലാവരും അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്നതിൻ്റെ ഒരു ആശങ്ക സ്വാഭാവികമായും അമേരിക്കയെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ബ്രിക്സിനെ എത്രത്തോളം ട്രംപ് വ്യക്തിപരമായി പേടിക്കുന്നു, അമേരിക്കയുടെ ആകെ താല്പര്യം എന്ന് പറയുന്ന ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്കും ഉൾപ്പെടെ ഈ ബ്രിക്സ് എത്രത്തോളം ഭീഷണിയാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്ന ഇത്ര വലിയ അധിക തീരുവ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവസാനത്തെ ആ പോയിന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇരട്ടത്താപ്പ്. അതായത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ നിൽക്കുമ്പോൾ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ അമേരിക്കയിൽ നിൽക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ മാത്രമല്ല, അവരവിടുന്ന് ഏറ്റവും പ്രധാനമായും ധാതു ലവണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. അതിലൊന്ന് യുറേനിയമാണ്. യുറേനിയം റഷ്യയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ റഷ്യയിൽ അത്രയധികം യുറേനിയൻ സ്വാഭാവികമായി പ്രകൃതിയിൽ ഉള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മറ്റൊരു ബദൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റഷ്യ ആശ്രയിക്കുന്നത്. അപ്പോൾ ANIയുടെയോ മറ്റോ റിപ്പോർട്ടറാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ട്രംപ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. അതിനെപ്പറ്റി പ്രതികരിക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ കച്ചവടം മാത്രമല്ല ഇന്നിപ്പോൾ ഈ പീറ്റർ നവാരോ വൈറ്റ് ഹൗസിന്റെ ഉപദേഷ്ടാവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരുപക്ഷെ ചിരി വരുന്ന കാര്യങ്ങളിൽ ഒന്ന് യുക്രൈൻ യുദ്ധത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ളതാണ്. നോക്കൂ, ആരാണ് പറയുന്നത്? അമേരിക്കയാണ് ഈ പറയുന്നത്. ഗാസയിലെ പാവപ്പെട്ട മനുഷ്യരുടെ, അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളുടെ, അല്ലെങ്കിൽ അവിടെ പിറന്നു വീണുന്ന ഓരോ കുഞ്ഞിൻ്റെയും രക്തം കയ്യിലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇസ്രായേലിന് ഇപ്പോഴും പരസ്യമായി സഹായിക്കുന്ന, അതേസമയം ഇരയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന, നോബൽ സമ്മാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ട്രംപാണ് ഇന്ത്യയോട് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി പറയുന്നത്, ഇതാ നിങ്ങൾ യുക്രൈനായ യുദ്ധത്തിന് നിങ്ങളുടെ പണമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എണ്ണ മേടിക്കുമ്പോൾ ലഭിക്കുന്ന പണമാണ് അവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതേ സാധനം തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന റഷ്യയുമായി ആയുധ കരാറുകൾ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ അവർ അമേരിക്കയുടെ ആയുധങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു എങ്കിൽ പോലും, ചൈനയുടെ ആയുധങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും, റഷ്യയുടെ ഒരുപാട് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനോട് ഈ നയമില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്ന്, ഇന്ത്യ ഏറ്റവും വലിയ കമ്പോളങ്ങളിലൊന്നാണ്. ഇത്രയധികം ജനസംഖ്യ മറ്റെവിടെയും ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായി വിൽക്കാനുള്ള സാധ്യതകൾ അടയുന്നത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് രാജ്യങ്ങൾ തമ്മിലാണ് നയതന്ത്രമുള്ളൂ. സൂപ്പർ പവറുകൾക്ക് നയതന്ത്രമില്ല. അവരെല്ലാം ആക്രമിച്ചാണ് ശീലം. ഇത് യഥാർത്ഥത്തിൽ ആക്രമണമാണ്. ഈ 2019 അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള നമസ്തേ ട്രംപ് പരിപാടി ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തെ രണ്ടാമത്, അതായത് ഹൗഡി മോഡിയിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള പരിപാടി, ആ പരിപാടിയിൽ അഹമ്മദാബാദ് നഗരത്തെ തന്നെ എത്രത്തോളം ട്രംപിന് വേണ്ടി മാറ്റി നിർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. മോദിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരുപക്ഷെ വാരണാസിയിൽ ഒരു തവണ പുറകിൽ പോയത്, വോട്ടെണ്ണലിൻ്റെ സമയത്ത് അജയ് റായ്ക്ക് പുറകിൽ പോയതിനേക്കാൾ വലിയ തിരിച്ചടി കൂടിയാണ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചിരുന്ന ട്രംപിൽ നിന്ന് ലഭിച്ചത് എന്നാണ് എൻ്റെ ടേക്ക്. തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഒരു സൗഹൃദം, ഒരു രാജ്യവുമായുള്ള സൗഹൃദം എന്നത് ഏതളവ് വരെയാണ് പാലിക്കേണ്ടത് എന്നത് കടന്നുപോയിരുന്നു നരേന്ദ്രമോദി. അതായത് അമേരിക്കയിൽ പോയി അവിടെ ട്രംപിന് വോട്ട് പിടിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചത് ആ അചിന്ത്യമാണല്ലോ. ട്രംപ് ഇവിടെ വന്ന് മോദിക്ക് വോട്ട് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ മട്ടിൽ തന്നെയല്ലേ നമ്മളതിനെ കണക്കാക്കേണ്ടത്. മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ ഇന്ത്യൻ വോട്ടർമാരോട് ആയിരിക്കാം, പക്ഷേ അത് ഇന്ത്യൻ വംശജരോടായിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി ആയിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക എന്നതിൽ തന്നെ ഒരു ചെറികേടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ വല്ലാതെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ആ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എന്ത് പറഞ്ഞാണ് പ്രധാനമന്ത്രി ഇതിനെ ന്യായീകരിക്കുക? പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നതുകൊണ്ട് ആ നിലയ്ക്ക് രക്ഷപ്പെടും. പക്ഷേ ഇത് ജനം തിരിച്ചറിയുന്നുണ്ടല്ലോ. അത് അങ്ങനെ ആ പ്രശ്നത്തെ എങ്ങനെയാണ് അതിജീവിക്കുക ഇവർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൗതുകപൂർവ്വം ഞാനിപ്പോൾ നിരീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ, അതായത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ
കൃത്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതായത് ഇന്ത്യ പരമ്പരാഗതമായി പാലിച്ചു പോരുന്ന ഒരു ശീലം, അതായത് അത് എന്താണ് പക്ഷം ചേരാതെയുള്ള ഒരു നിലപാട്, അത് ചേരാ നയം, അത് ആ നിലയ്ക്ക് തന്നെ ഇന്ത്യ പാലിച്ചിട്ടുണ്ട്. അത് കാരണം ഇപ്പം മോദി സർക്കാരിൻ്റെ ഒരു നിലപാട് എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണേണ്ടതില്ല. അത് ഈ രാഷ്ട്രം കാലങ്ങളായി സ്വീകരിക്കുന്ന നിലപാടിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. യുക്രൈനോടുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായുള്ള പരമ്പരാഗത ബന്ധവും നിലനിർത്തുന്നു എന്നതാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. മറ്റൊന്ന്, ഒരു യുദ്ധ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു, ഈ വാണിജ്യ യുദ്ധം മറ്റൊരു തരത്തിൽ നടക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാൻ, ഇൻഫ്ലേഷൻ അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തായിരിക്കും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള തന്ത്രപരമായ ഒരു സമീപനം ഈ എണ്ണയ്ക്ക്, റഷ്യൻ എണ്ണ വാങ്ങിക്കൊണ്ട് ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. കാരണം 2% താഴെയായിരുന്നു യുദ്ധത്തിന് മുമ്പ്, കഴിഞ്ഞ വർഷത്തെ, അതായത് 2022 മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി, റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി, അത് 35 മുതൽ 37% വരെ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല, ഒറ്റയടിക്കുള്ള ഒരു കുതിച്ചുകയറ്റമാണ്. ശരി, ഇത് ഇന്ത്യ ഇങ്ങനെ ആ യുദ്ധത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്കെതിരെ ഇത്രയും കനത്ത ഒരു പിഴ തീരുവ ചുമത്താം എന്ന് അമേരിക്ക തീരുമാനിക്കുന്നെങ്കിൽ ചൈനയ്ക്കെതിരെ എന്താണ് അത് ചുമത്താത്തത്? ഏറ്റവും അധികം എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ഇനി മൂന്നാമത് ഇറക്കുമതി ചെയ്യുന്ന, രണ്ടാമത് ഇന്ത്യയാണെങ്കിൽ മൂന്നാമത് തുർക്കിയുണ്ട്. ഇവർക്ക് ആർക്കുമെതിരെ ഈ ഉപരോധം, ഈ സ്വഭാവത്തിൽ, ഈ വാണിജ്യ തീരുവ ചുമത്താൻ അമേരിക്ക എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അപ്പോൾ ഈ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ ചില താല്പര്യങ്ങൾ, അത് ട്രംപിൻ്റെ താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ യുദ്ധമുണ്ടാക്കിയത്, അതായത് റഷ്യ യുദ്ധമുണ്ടാക്കിയത് മോദിയാണെന്ന് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ചരിത്രം ആരും അറിയുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അമേരിക്ക കരുതുന്നത് എന്നുള്ളതാണ്, ട്രംപ് കരുതുന്നത്. ഈ നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കാൻ വേണ്ടി, അതായത് ഈ മിസൈൽ തലപ്പുകൾ നേരെ റഷ്യയിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടിയും അവിടെ നിന്ന് റഷ്യയെ നിരീക്ഷിക്കാൻ വേണ്ടിയും ഈ നാറ്റോയുടെ ഒരു സമ്മർദ്ദത്തിൽ റഷ്യയെ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയുമാണ് യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കാൻ ഈ അമേരിക്ക ആലോചിച്ചത്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിച്ചത്. അതൊരു കാരണം. 2, ഈ യുക്രൈൻ അതിർത്തിയിലുള്ള റഷ്യൻ വംശജരായ മനുഷ്യർക്ക് നേരെ വലിയ കൊടിയ അതിക്രമം ഈ യുക്രൈനിൽ നടക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ ന്യൂനാസികളുടെ അതിക്രമം. അത് രണ്ടാമത്തെ കാരണം. ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് റഷ്യ അവിടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. റഷ്യയുടെ സുരക്ഷയെ കരുതിയാണ് ആ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അമേരിക്കയടക്കമുള്ള നാറ്റോ ശക്തികളുടെ നിലപാട് കൊണ്ട് ആരംഭിച്ച യുദ്ധമാണ്, സംഘർഷമാണിത്. ആ സംഘർഷത്തെയാണ് ഇവിടെ കൊണ്ടുവന്ന് മോദിയുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നത്. ബില്ല് നേരത്തെ പറഞ്ഞതാണ് ശരി. അതായത് ഇസ്രയേലിലെ ഈ ഒഴുകുന്ന കുരുന്നുകളുടെ ചോരയ്ക്ക് ഉത്തരവാദിയാണ് അമേരിക്ക. എന്നിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് അതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനില്ല. പകരം യുക്രൈനിൽ യുദ്ധം നടക്കുന്നതിന് കാരണം മോദിയാണെന്നും ഇന്ത്യയാണെന്നും പറയുന്നത് ഏറ്റവും പരിഹാസ്യമായ കാര്യം തന്നെയാണ്. ഇന്ത്യ ഇതിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രംപ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും പാർലമെന്റിനുള്ളിൽ പോലും ട്രംപ് എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞു പോകും. കെട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങൾ ഒന്നാണ്, ഒരു പ്രശ്നമാണത്. എല്ലാം ഒരു നൊബേലിന് വേണ്ടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് മറ്റാരുമല്ല, ട്രംപിൻ്റെ 3ാം ഊഴത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബാൾട്ടൺ ആണ്. അധികാരം എന്നത് ഒരു സാമൂഹ്യ നിർമ്മിതി മാത്രമല്ല, അതൊരു പ്രത്യയശാസ്ത്ര ദർശനം കൂടിയാണ്. കൈയാളുന്നവരുടെ മനോനിലയ്ക്കനുസരിച്ച് അധികാരം പ്രവർത്തിക്കും. ചരിത്രത്തെ ഇരുട്ടാഴികളിലൂടെ നയിച്ചിട്ടുണ്ട് മോശം മനുഷ്യരുടെ കയ്യിലെത്തിയ അധികാരം. സമാധാന നൊബേലിനോടുള്ള അത്യാഗ്രഹത്തിൽ ട്രംപ് ഈ മഹാരാജ്യത്തെ ബാധിക്കും വിധം കാട്ടിക്കൂട്ടുന്നതെല്ലാം കാണുമ്പോൾ സമീപ ചരിത്രത്തിലെങ്കിലും നമ്മൾ ഓർക്കണം, ട്രംപിനെയും അയാളുടെ കിറുക്കൻ തീരുമാനങ്ങളെയും രാജ്യം പിന്തുടർന്നു പോകുന്ന ദേശീയ നയം പോലും നോക്കാതെ പരിധി വിത്തിട്ട് പിന്തുണച്ചയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത്. അതിരുവിട്ട കൂട്ടുകെട്ട് പലപ്പോഴും ഇന്ത്യക്ക് രാജ്യാന്തര തലത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാടെടുക്കുന്നതിന് പോലും തടസ്സമായിട്ടുണ്ട്. അധികാരം ഒരു പ്രത്യയശാസ്ത്ര ദർശനമായി മാറുമ്പോൾ വ്യക്തികളുടെ തീരുമാനങ്ങൾ അക്ഷന്തവ്യമായ തെറ്റുകളിൽ ചെന്ന് പതിക്കും. അനുഭവങ്ങളിൽ നിന്ന് തിരുത്തുന്നവരെ രചനാശാലികളെന്ന് ചരിത്രം വിളിക്കും.